എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോക്ടറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. നാം പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നത്. ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിൽ നടക്കുന്ന ഈ യുദ്ധം എത്ര നാൾ നിൽക്കുമെന്നാർക്കും ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. അത്ര പെട്ടെന്ന് നിർത്താൻ പറ്റുന്നതുമല്ല. കാരണം ഇവിടെ ആരും തോക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, ഇവിടെ എല്ലാവരും ജയിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. എങ്കിൽ തന്നെ ഇവർ തോറ്റു തുന്നം പാടിക്കൊണ്ടിരിക്കുകയാണ്. നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും മരണങ്ങളും ഓരോ ദിവസവും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത്. ഇവർ എന്തു നേടി? ഒന്നും നേടിയില്ല. അധികാരത്തിന് വേണ്ടി, അധികാര കൊതിക്ക് വേണ്ടി, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരിൽ പഴിചാരി എന്തെങ്കിലും കാട്ടിക്കൂട്ടി ഒരു യുദ്ധം തുടങ്ങി വയ്ക്കുക, അതിൽ പലത് നേടിയെന്ന് കാണിക്കുക, പലർക്കും പല പത്രങ്ങളും അതായത് പല അവാർഡുകളും വാങ്ങാൻ വേണ്ടിയുള്ള ശ്രമവും, ഇതെല്ലാം ചെയ്യുന്നത് പാവം പിടിച്ച മനുഷ്യരുടെ ജീവൻ അപഹരിച്ചുകൊണ്ടാണ്. ഒരു ദിവസവും ഈ പൊട്ടിക്കുന്ന ഈ ബോംബും മിസൈലും അതിനൊക്കെ ചിലവുള്ളതാണ്. അതിങ്ങനെ തീർന്നുകൊണ്ടിരിക്കും. ഒരിക്കൽ ഇവരുടെ വെടിക്കോപ്പുകൾ തീരും. ഏതിനും ഒരു അവസാനമുണ്ട്. അവസാനം ആരെവിടെ ചെന്ന് നിൽക്കുമെന്ന് അറിയില്ല. ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇറാനും ഇസ്രായേലുമാണ്. അമേരിക്ക അത്ര ബുദ്ധിമുട്ട് അനുഭവിക്കില്ല. അത് ഈ അമേരിക്കയുടെ ജോലിയിൽ നിന്ന് അവർ ഒത്തിരി അകലങ്ങളിലാണ്. അവരിവിടെ വന്ന് അവരുടെ ഫോഴ്സിനെ ഇറാനിൽ കൊണ്ടിറക്കി ഒരു ഗ്രൗണ്ട് യുദ്ധത്തിന് അവർ തയ്യാറായില്ല. ഇനി എന്തെങ്കിലും അത് പറയുന്നുണ്ടെങ്കിൽ അത് നടക്കത്തുമില്ല, അവർ തോറ്റുപോകും. സോ ആകെ ചെയ്യാമെന്നുള്ളത് ഇറാനും ഇസ്രായേലും പരസ്പരം സമാധാനത്തിൻ്റെ ശ്രമങ്ങൾ തുടങ്ങുക. സംഭവിച്ചു. നഷ്ടം നിങ്ങൾക്കാണ്, നിങ്ങളുടെ ജനങ്ങൾക്കാണ്. ആരെയും ദുരിതത്തിൽ തള്ളിവിടാതിരിക്കുക. ലോകം ഇപ്പോൾ തന്നെ ആകെ ബുദ്ധിമുട്ടിലാണ്. ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഇന്ന് ഇറാനിലും ഇസ്രായേലിലും ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു ദുരിതം മറ്റ് ലോക രാഷ്ട്രങ്ങളിലേക്കും പടർന്നു കയറും. ഇപ്പോൾ തന്നെ ഓയിലിൻ്റെ വില, ഇപ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു സ്ട്രാറ്റജി പറഞ്ഞാൽ, ഈ പാചകവാതകം അതായത് ഹോട്ടലിലേക്കുള്ള പാചകവാതകങ്ങൾ മൊത്തം നിൽക്കുന്ന സ്റ്റേജിലാണ്. ഇനി അതിന് സപ്ലൈ ഉണ്ടാവില്ല. കാരണം ആ വാതകം അതായത് LPG നമുക്ക് കിട്ടാൻ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഹോർമീസ് കടലിടുക്ക് ഓൾറെഡി ഇറാൻ്റെ കൺട്രോളിലായി. അപ്പോൾ ഇവിടെ ഈ മത്സരങ്ങളും ജയവും തോൽവിയും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിലെ ഇനിയൊന്നും ഈ വലിയ അടുത്ത കാലത്തൊന്നും ഈ കപ്പൽ ചാനൽ ഹോർമീസ് കടലിടുക്ക് തുറക്കാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ ദുരിതത്തിലാണ്, ആകെ ബുദ്ധിമുട്ടാകും. അതായത് ചെറിയ ബുദ്ധിമുട്ടായിരിക്കില്ല, വലിയ ബുദ്ധിമുട്ട് നമുക്ക് കിടക്കേണ്ടി വരും. അപ്പോൾ ഈ യുദ്ധം തീർന്നില്ലെങ്കിൽ നാം പോണത് വല്ലാത്തൊരു കൂരിട്ടിലേക്കായിരിക്കും. അതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് രാഷ്ട്രത്തലവന്മാരോട് എനിക്ക് പറയാനുള്ളത്, കഴിവതും ഒരു സമാധാന സന്ധിയിൽ ഏർപ്പെടുക, സമാധാന ശ്രമം തുടരുക. നിങ്ങൾ ജയിച്ചു. നിങ്ങൾ ആരൊക്കെ യുദ്ധത്തിൽ ഏർപ്പെട്ടോ നിങ്ങൾ ജയിച്ചെന്ന് കരുതിക്കോളൂ. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ തോറ്റെന്ന് നിങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾ തോറ്റുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ജയിക്കത്തില്ല. ആർക്കെങ്കിലും ഒരാൾക്ക് ജയമുണ്ടാകും. ആരുടെയെങ്കിലും ഒരാളുടെ ഖജനാവ് തീരും, അല്ലെങ്കിൽ വെടിക്കോപ്പുകൾ തീരും, അല്ലെങ്കിൽ ഇന്ധനം തീരും, പലതും തീരും. അപ്പോൾ തീരുമ്പോൾ അവസാനം കൈപോക്കും. സോ ബെറ്റർ അത് തീരുന്നതിന് മുമ്പ്, ആ സ്റ്റേജ് എത്തുന്നതിന് മുമ്പ് നിങ്ങൾ പരസ്പരം ഈ യുദ്ധം ഒഴിവാക്കുക. പിന്നെ ഇഷ്ടമുള്ള അമേരിക്കയിൽ നിന്നുള്ള അമേരിക്കക്കാരിവിടെ ഇറാനിൽ ഇഷ്ടമുള്ളവരെ ആക്കും, അതുവരെ യുദ്ധം ചെയ്യും. ചുമ്മാ ഇതെല്ലാം വിടിവായിത്തരമാണ്, നടപ്പുള്ള കാര്യമല്ല. ഓരോ രാജ്യത്തും അവരുടേതായ ഒരു സ്ട്രാറ്റജി ഉണ്ട്. ഒരു മതത്തിനെ നമുക്ക് അത്ര കണ്ട് പെട്ടെന്ന് ഡാമേജ് ചെയ്യാൻ പറ്റില്ല. വിശ്വാസം എന്നത് സംതിങ് ഡിഫറെൻറ്റ്. ഇവിടെ വിശ്വാസവും പോളിറ്റിക്സും ഒന്നിച്ച് ചേർക്കാൻ പാടില്ല. അതുതന്നെയാണ് ഇന്നിപ്പോൾ ഇറാനിൽ സംഭവിച്ചത്. ഇറാനിൽ മതമൗലികവാദികൾ ഭരണം നടന്നു, അവരുടെ മതത്തിന് മുൻതൂക്കം കൊടുക്കുന്നു. എന്നാൽ അതിനെതിരായിട്ടുള്ള കുറച്ച് ആൾക്കാരുമുണ്ട്.
ഈ മതമൗലികവാദികൾ, അതായത് ഈ പുരോഹിതവർഗം നടത്തുന്നതെല്ലാം ശരിയെന്ന് പറയാൻ പറ്റും. ഒരുപാട് അപാകതകളുണ്ട്. അവർക്ക് എന്താ പറയുക, മതഗ്രന്ഥങ്ങൾ പഠിക്കുക എന്നല്ലാതെ അതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം ചെയ്യാനല്ലാതെ അവർ യുദ്ധം ചെയ്യാനും മറ്റും പട്ടാളക്കാരെ കൺട്രോൾ ചെയ്യാനും പോയാൽ ഒരിക്കലും നന്നാകുന്ന കാര്യമല്ല. വലിയ തകരാറാണ്. അതുകൊണ്ട് കഴിവതും വേഗം ഒരു സമാധാന അന്തരീക്ഷം കൈവരിക്കണം. ഇല്ലെങ്കിൽ നാം അടക്കം, ഇന്ത്യ അടക്കമുള്ള നാം വളരെ അധികം ബുദ്ധിമുട്ടാവും. നിങ്ങൾക്ക് തന്നെ അറിയാം, ഗൾഫ് മേഖലയിൽ ഇപ്പോൾ ഏതാണ്ട് നിയർ അബൌട്ട് 1 കോടിയിലധികം നമ്മുടെ ഇന്ത്യൻസ് ഉണ്ട്. അവരുടെ ജീവിതം നമ്മളൊന്ന് മനസ്സിലാക്കണം. സമാധാനമായിട്ട് നമുക്കൊന്ന് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന അവസ്ഥയല്ല. കാര്യം മിസൈൽ ഏത് ഭാഗത്ത് നിന്ന് ഏത് രാജ്യത്ത് വരുന്നൊന്നും അറിയാൻ പറ്റില്ല. മിസൈലിന് എയർ ഇന്ത്യ ആണോ, ഗൾഫ് എയർ ആണോ, കുവൈറ്റ് എയർവേസ് ആണോ, സൗദി ആണോ, ഇതൊന്നും മിസൈലിന് അറിയാൻ പറ്റില്ല. അത് പോണ വഴിക്ക് എവിടെ ഹിറ്റാകുമ്പോഴാണ്. അല്ലെങ്കിൽ ഫൈറ്റർ പോലെ അത്ര പോയിട്ട് പാസഞ്ചർ ഫ്ലൈറ്റിന് ജസ്റ്റ് മിസൈലിനെ കണ്ട് റൂട്ട് മാറ്റി ഒഴിക്കാൻ പറ്റില്ല. ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ടി. എന്തായിരുന്നാലും സമാധാന അന്തരീക്ഷമാണ് നമുക്കിനി വേണ്ടത്. നമുക്കതിന് വേണ്ടി ശ്രമിക്കണം. ഒപ്പം നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയും വേണം. നമുക്കൊരു സമാധാന അന്തരീക്ഷം എത്രയും വേഗം കിട്ടാൻ വേണ്ടി. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.